ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 189. പൗലോസിന് സ്പെയിനിൽ പോകുവാൻ വളരെ താല്പര്യമുണ്ടാകുന്നതിൻ്റെ പിറകിൽ പല കാരണങ്ങളുണ്ട്. സ്പെയിൻ തികച്ചും റോമൻ സ്വഭാവമുള്ളതും ലാറ്റിൻ ഭാഷ സംസാരിക്കുന്നതുമായ സ്ഥലമായിരുന്നു. ലാറ്റിൻ പൗലോസിന് അന്യമല്ലായിരുന്നു. ഒരു റോമൻ പൗരൻ എന്ന നിലയിലും റോമ സാമ്രാജ്യത്തിലെ ഒരു സർവ്വജനീന നഗരത്തിൽ ജനിച്ച ആൾ എന്ന നിലയിലും ഇത്തരം നഗരങ്ങളിൽ സഞ്ചരിച്ച ഒരാൾ, പല റോമൻ ഉദ്യോഗസ്ഥരുമായി ഇടപെടേണ്ടി വന്ന പൗലോസ്, ഒരു വിജ്ഞാനി എന്നീ നിലകളിൽ പൗലോസിന് ലാറ്റിൻ ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നില്ല. റോമൻ കോടതികളിൽ പൗലോസ് ലാറ്റിൻ ഭാഷയിൽ തന്നെയാണ് സ്വന്തം കേസ് വാദിച്ചു വന്നിരുന്നതും. എങ്കിലും ജീവിതത്തിൽ ആദ്യമായി ലാറ്റിൻ മേഖലകളായ ഇറ്റലിയും സ്പെയിനും സന്ദർശിക്കുന്നതിന് മുമ്പ് അല്പം ഒരു ലാറ്റിൻ പശ്ചാത്തലമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ, അത് മറ്റൊരു കാരണവും ഇല്ലെങ്കിൽ പോലും ആ സ്ഥലമൊന്ന് സന്ദർശിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. ആരും ഇതുവരെ ചെന്ന് പ്രവർത്തിക്കാത്ത സ്ഥലം കൂടിയാണ് അത് വരുമ്പോൾ പൗലോസിന് ഇതിൽ കൂടുതൽ താല്പര്യം മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്താണിപ്പോൾ പൗലോസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതെ, മക്കോദോന്യയിൽ ഇല്ലൂരിയ എന്ന സ്ഥലത്തിനടുത്ത്. പൗലോസ് ഇല്ലൂരിയയിലേക്ക് പോയതായി അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നില്ല എങ്കിലും റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. റോമാലേഖനം എഴുതുന്നതിന് മുമ്പ് ഇല്ലൂരിയയിൽ എവിടെയെങ്കിലും പൗലോസ് സുവിശേഷം പ്രസംഗിച്ചുവെങ്കിൽ അതിനുള്ള അവസരമൊക്കെയും ഈ യാത്രയിലാണ് തനിക്കുണ്ടായത്. ഏഡ്രിയാറ്റിക് കടൽ പടിഞ്ഞാറ് ആ അതിർത്തിയായിട്ടുള്ള വടക്കൻ ഗ്രീക്ക് പ്രദേശമാണ് ഇല്ലൂരിയ. പർവ്വതങ്ങൾ നിറഞ്ഞ ഈ ഭൂപ്രദേശം റോമാക്കാർ പലപ്പോഴായി കൈവശപ്പെടുത്തുകയായിരുന്നു ചെയ്തു വന്നത്. AD 10 അഗസ്റ്റസ് സീസർ ഈ പ്രദേശത്തിൻ്റെ വടക്കേ ഭാഗമായ പാനോണിയയെ വേർപെടുത്തി. അതിൻ്റെ അവശിഷ്ട ഭാഗമാണ് ഇല്ലിരീക്കം. ഇതിൻ്റെ തന്നെ ഉത്തരഭാഗത്തിന് ലിബേണിയ എന്നും ദക്ഷിണഭാഗത്തിന് ദൽമാത്തിയ എന്നും പേരുണ്ടായിരുന്നു. സാംസ്കാരികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന ഈ പ്രദേശത്തിൻ്റെ ഭരണം അത്യന്തം ദുഷ്കരമായിരുന്നതുകൊണ്ട് പ്രത്യേക അധികാരങ്ങളോട് കൂടിയ ലിഗേറ്റസ് അഗസ്റ്റി പ്രൊപ്പീറ്റർ എന്ന സ്ഥാനനാമമുള്ള ഒരു ഗവർണറാണ് ഇവിടം ഭരിച്ചു വന്നിരുന്നത്. ലാറ്റിനിൽ ഇല്ലീരിക്കം എന്നും ഗ്രീക്കിൽ ഇല്ലൂരിയ എന്നും വിളിക്കുന്നു ഈ പ്രദേശത്തെ. ഇന്ന് ഇതിനെ ക്രൊയേഷ്യ എന്നറിയപ്പെടുന്നു. ഇത് പഴയ യുഗോസ്ലോവിയയുടെ ഭാഗമാണ്. പൗലോസ് ഈ ഇല്ലൂരിയയുടെ തെക്കൻ ഭാഗമായ ദൽമാത്തയിലാണ് തങ്ങിയിരുന്നത്. മാത്രമല്ല 2 തിമോത്തി 4:10 ഇങ്ങനെ പൗലോസിൻ്റെ ജീവിതാന്ത്യത്തോടടുത്ത് തീത്തോസ് ഈ ദൽമാത്തയ്ക്ക് വരുന്നതായി നാം കാണുന്നുണ്ട്. തീത്തോസിനെ പൗലോസ് അങ്ങോട്ട് അയച്ചതാണെങ്കിൽ അത് അവിടെ മുമ്പ് നടന്ന തൻ്റെ പ്രവർത്തനങ്ങൾ തുടരുവാൻ വേണ്ടിയായിരുന്നു. തുടർന്ന് മക്കോദോന്യയിലും ഇല്ലൂരിയയിലും ഉള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ താൻ അവസാനിപ്പിക്കുകയാണ്. താൻ ഇനി കൊരിന്തിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ പൗലോസ് ആഖായ പ്രൊവിൻസിലെ എപ്പറസിൽ കൂടി യാത്ര ചെയ്യുകയും നിക്കോപ്പോലിസിൽ അല്പദിവസങ്ങൾ തങ്ങുകയും ചെയ്തു. അങ്ങനെ ആ ശീതകാലം കഴിക്കുവാൻ തനിക്ക് പരിപാടി ഉണ്ടെന്നും തന്നെ അവിടെ വന്ന് കാണുവാൻ ശ്രമിക്കണമെന്നും പൗലോസ് പിന്നീട് തീത്തോസിനോട് പറയുന്നൊരു ഭാഗം 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ തീത്തോസിൽ കാണുന്നുണ്ട്. ഇങ്ങനെ പൗലോസ് കൊരിന്തിൽ 3-ാം പ്രാവശ്യവും എത്തുകയാണ്. അവിടെ പൊതുവെ ശാന്തമായ ഒരു സഭയായിട്ടാണ് താൻ കാണുന്നത്. തെറ്റുകൾ കുറേയൊക്കെ തിരുത്തപ്പെട്ടിരിക്കുന്നു. ഒരു ന്യൂനപക്ഷം ഇപ്പോഴും പൗലോസിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സഭ പൊതുവെ അതിൻ്റെ ആത്മീക പിതാവായിരിക്കുന്ന പൗലോസിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതിസൽക്കാരപ്രിയനായ ഗയോസ് തന്നെ ഇപ്പോഴും പൗലോസിനെ തൻ്റെ വീട്ടിൽ സ്വീകരിക്കുകയും 3 മാസത്തോളം അവിടെ പാർപ്പിക്കുകയും ചെയ്തു. കാണുക അപ്പോസ്തല പ്രവൃത്തി അധ്യായം 20 3-ാമത്തെ വാക്യം. ഈ കാലം AD 56-57 ഒരു കാലഘട്ടമായിരുന്നു. ഇവിടെ കഴിച്ചുകൂട്ടിയ ഈ 3 മാസക്കാലം പൗലോസിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ചില നിമിഷങ്ങളായിരുന്നു. കൊരിന്തിനെ ഓർത്ത് ദുഃഖിച്ചു നീറിയ പൗലോസിൻ്റെ ഹൃദയത്തിൽ ഒരു കുളിർമഴ പെയ്തിറങ്ങിയ മാസങ്ങളായിരുന്നു ഇവയെല്ലാം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.